യേശു കർത്താവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തെ സ്തുതിക്കുന്നതിന് വൈമുഖ്യമുള്ളവരുണ്ട്, മടി കാണിക്കുന്നവരുണ്ട്, താല്പര്യമില്ലാത്തവരുണ്ട്. അവരൊന്നും ഒരുപക്ഷെ ഒരു സ്തുതിയുടെ ആരവം കേട്ടാൽ തൻ്റെ ചെവി കൊടുക്കുക പോലും ഇല്ലായിരിക്കാം. എന്തും കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം തമ്പുരാൻ തന്നെ തരുന്നുണ്ട്. യോഹന്നാന്റെ 6-ാം അധ്യായത്തിൻ്റെ 65-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ പക്കലേക്ക് വരുവാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് തമ്പുരാൻ കർത്താവ്. കൃപ ലഭിക്കണം. ഈ കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ട് പൈശാചികമായ ബന്ധനങ്ങൾ നമ്മളെ പിന്നോട്ട് വലിക്കുമ്പോൾ അതിനുപരിയായിട്ട് നമ്മെ തന്നിലേക്ക് ആകർഷിക്കുന്ന കൃപ, വരം ദൈവം നമ്മിലേക്ക് അയക്കുന്നു. ആത്മീയ കണ്ണുകളോടെ നീ നോക്കിയാൽ അത് നിനക്ക് തിരിച്ചു കാണാമെന്ന യേശു തമ്പുരാൻ പറഞ്ഞത്. എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. ഈ വചനത്തിലൂടെ ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് തൻ്റെ പക്കലേക്ക് നമ്മെ വിളിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ ശ്രദ്ധേയമാണ്. റോമർ 1:21. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോകുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷരായി തീർന്നു. അവർ അനുസ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. കൃപ കിട്ടാത്ത മനുഷ്യന്റെ അവസ്ഥ ശ്ലീഹ നമുക്ക് പറഞ്ഞു തരികയാണ്. കൃപയുള്ളവൻ ആത്മാവിൻ്റെ ചൈതന്യത്തോടുകൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലേക്ക് ഒന്നു ചേരുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അല്ലാത്ത മനുഷ്യര് അവർക്ക് ദൈവത്തെ അറിയാം, അവർ ദൈവത്തെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ ദൈവത്തെ സ്തുതിക്കാൻ അവരുടെ അധരങ്ങൾ തുറക്കില്ല. ദൈവത്തിൻ്റെ സ്തുതി പാപികളുടെ അധരങ്ങൾക്ക് യോജിക്കുന്നില്ല എന്ന സങ്കീർത്തകൻ പറഞ്ഞില്ലേ? ദൈവസ്തുതി നമ്മുടെ അധരങ്ങളിൽ നിറഞ്ഞില്ലെങ്കിൽ നമ്മളെ സകല ദുഷ്പ്രവർത്തികൾക്കുമായിട്ട് ദൈവം വിസ്മരിപ്പിച്ച് ഇട്ടുകൊടുത്തിട്ട് മാറി നിൽക്കുകയുള്ളൂ. ആ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന വല്ലാത്ത തകർച്ചയെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാൻ പ്രിയപ്പെട്ടവരെ. വീണ്ടും പുറപ്പാട് 16-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം കൂടെ കേൾക്കുക. ഈ ഗാനത്തിൽ നമ്മൾ ഈ ഈരടികൾ പ്രത്യേകം ആലപിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. മോശ പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുവോളം അപ്പവും കർത്താവ് തരും. എന്തെന്നാൽ അവിടുത്തേക്കെതിരായിട്ടുള്ള നിങ്ങളുടെ ആവലാതികൾ അവിടുന്ന് കേട്ടിരിക്കുന്നു. ആവലാതികൾക്കുന്ന ദൈവം അവർ പട്ടിണി കിടന്ന് മരിച്ചു പോവില്ലേ എന്നോർത്ത് വിലപിക്കുമ്പോൾ മോശയിലൂടെ അവർക്ക് വാക്കു കൊടുക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് സുഭിക്ഷമായി ഭക്ഷിക്കുവാൻ മാംസവും പ്രഭാതത്തിൽ അപ്പവും ഞാൻ തരും. ആ സ്വർഗീയ അപ്പം മന്ന, അത് വർഷിച്ച് ജനങ്ങളുടെ വിശപ്പടക്കുവാൻ ദൈവം തിരുവള്ളമാകുന്നത് നമുക്കവിടെ വിശദമായിട്ട് വായിക്കാം. ഇതാ ഇപ്രകാരം
ആ സ്വർഗീയ മന്നമോ കൊണ്ട് നമ്മളെ പോറ്റി വളർത്തുന്ന പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് ശിരസ്സ് നമിച്ചുകൊണ്ട് അവിടുത്തെ സ്തുതിക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. ആ കൃപ നമ്മിലേക്ക് ഒഴുകി വരാൻ ഹൃദയം തുറന്നു കൊടുക്കുക. സ്തോത്രം. അവിടുത്തെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കർത്താവേ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലേക്ക് കൃപ ചൊരിയട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവനാമത്തെ സ്തുതിക്കുവാനുള്ള ഒരു കൃപ കർത്താവേ എനിക്ക് തരണമേ എന്ന് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ തന്നെ സ്തുതിക്കുക, ഹൃദയം തുറന്ന് സ്തുതിക്കുക. എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകട്ടെ. നിങ്ങളെ പിടിച്ചു കെട്ടി വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന എല്ലാ അഹങ്കാരവും വിട്ടുപോകട്ടെ. ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. ഈ ഗാനത്തോട് ചേർന്ന് പാടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ദൈവത്തെ സ്തുതിച്ച് പാടാം. എല്ലാവരും ചേർന്ന് പാടി സ്തുതിക്കുക. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന, ആരാധന, ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ഒരിക്കൽ കൂടി ആരാധന, ആരാധന യാകുന്ന ദൈവത്തിനാരാധന. കർത്താവേ, ഞങ്ങളെ എപ്പോഴും പരിപാലിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിച്ച് സ്തുതിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഒന്ന് ചേർന്ന് പാടി സ്തുതിക്കുന്നു. മാമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന. മോറിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിനാരാധന. മാമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന. മോറിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിനാരാധന. ആരാധന, ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന ആത്മാവിലും സത്യത്തിലും. ഒരിക്കൽ കൂടി ആരാധന, ആരാധന, ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. നമുക്കൊന്ന് ചേർന്ന് പാടി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. അത്ഭുതങ്ങളുടെ ദൈവം, അനുഗ്രഹത്തിന്റെ ദൈവം, നമ്മുടെ കൂടെ ഇറങ്ങി വരുന്ന ദൈവം, ആ ദൈവത്തിന്റെ സ്പർശനം നമ്മൾ ഇപ്പോൾ തന്നെ അനുഭവിക്കും. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കട്ടെ.
ആമേൻ. ഹല്ലേലൂയ. യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിനാരാധന. കാരാഗ്രഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസഫിന്റെ ദൈവത്തിനാരാധന. യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിനാരാധന. കാരാഗ്രഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസഫിന്റെ ദൈവത്തിനാരാധന. ആരാധന 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 ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആത്മാവിലും സത്യത്തിലും ഒരിക്കൽ കൂടി ആരാധന. ആരാധന ആരാധന യാഗന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. കരങ്ങൾ ഉയർത്തി ഞങ്ങളോടൊപ്പം ഇപ്പോൾ തന്നെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. ലജ്ജ കൂടാതെ, ഭയം കൂടാതെ ഞങ്ങളോടൊപ്പം ചേർന്ന് സ്തുതിക്കാം. എല്ലാവരും സ്തുതിക്കുക. ഹല്ലേലൂയ യേശുവേ. ആരാധന ആരാധന സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുക. ദൈവത്തെ സ്തുതിക്കുക. ഈ ഗാനത്തോട് ചേർന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധാത്മാവേ, എല്ലാ ഹൃദയങ്ങളിലേക്കും ദൈവസ്തുതി ഉയരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. കരങ്ങളടിച്ച് ഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിനാരാധന. കർമ്മലെന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിനാരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിനാരാധന. ആരാധന എന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിനാരാധന. ആരാധന 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 യാഗന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഗന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മിസ്രൈം എന്ന ദേശത്ത് മുഴങ്ങി നിന്ന് മോശയുടെ ദൈവത്തിന് ആരാധന. സിംഹക്കുഴിയിൽ ഇറങ്ങി വന്ന ദൈവശക്തിക്ക് ആരാധന. അത്ഭുതത്തിന്റെ രാജാവ്, അനുഗ്രഹത്തിന്റെ രാജാവ് നമ്മുടെ കൂടെയുണ്ട്. വിശ്വാസത്തോടെ അവനെ ആരാധിക്കുവിൻ. ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ പ്രകടമാകും. കരമടിച്ച് മിസ്രമെന്ന ദേശത്ത് മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിനാരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിനാരാധന. ദേശത്ത് മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിനാരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിനാരാധന. ആരാധന 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 യാഗന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഗന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ.
ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ചേർന്ന് പാടാം. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. കരങ്ങൾ ഉയർത്തി. ആരാധന ആരാധന യാഗന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഗന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഗന്ന ദൈവത്തിന് എല്ലാം മറന്ന് ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ദൈവത്തെ ആരാധിക്കട്ടെ. ആരാധന യാഗന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചേർന്ന് പാടട്ടെ. എല്ലാം മറന്ന് ആരാധിക്കട്ടെ. ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന ആരാധന യേശുവേ യേശുവേ. സ്തുതിച്ചാരാധിക്കട്ടെ. ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ചേർന്ന് സ്തുതിക്കാരാധിക്കട്ടെ. സ്വരമുയർത്തി ലജ്ജ കൂടാതെ ഭയം കൂടാതെ ഞാനെന്ന ഭാവമില്ലാതെ ദൈവത്തെ സ്തുതിക്കട്ടെ. സർവശക്തനായ ദൈവത്തെ സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന. യേശുവേ 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 യേശുവേ. ആരാധന ആരാധന ആരാധന. യേശുവേ 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 യേശുവേ. കരങ്ങൾ കൂപ്പി ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത കരങ്ങൾ കൂപ്പി സർവശക്തനായ ദൈവത്തെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആരാധിക്കാം. സർവ ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യനായ ദൈവം, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ കഴിവുകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാറ്റിനെയും ഓർത്തുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ സമ്പത്ത്, എല്ലാ ഐശ്വര്യവും എല്ലാം എല്ലാം ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്. ഈ അനുഗ്രഹങ്ങളുടെ എല്ലാം ഉടയവനായ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കരങ്ങൾ കൂപ്പി ഈ ശാലോം ടെലിവിഷന് മുമ്പിൽ ആയിരിക്കുന്ന നമ്മളെല്ലാവരും കരങ്ങൾ കൂപ്പി ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആരാധിക്കാം. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ,
സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധ്യനായ ഞങ്ങളുടെ ദൈവമേ, എല്ലാ അധരങ്ങളിൽ നിന്നുമുള്ള സ്തുതി അങ്ങേ പക്കലേക്ക് ഉയരുന്നു കർത്താവേ. ഞങ്ങൾ അയോഗ്യരായ പാപികളാണ്. ഞങ്ങളുടെ അധരങ്ങള് പാവപങ്കലമാണ്. പാവപങ്കലമായ അധരങ്ങളുടെ മധ്യേ ഞങ്ങൾ വസിക്കുന്നു കർത്താവേ. അങ്ങയുടെ മാലാഖയെ അയച്ചുകൊണ്ട് തീക്കട്ട ഞങ്ങളെ സ്പർശിച്ച് അങ്ങയുടെ വചനമാകുന്ന തീക്കട്ടയിലൂടെ ഞങ്ങളുടെ പാപങ്ങളെ എല്ലാം പരിപൂർണമായിട്ടും നശിപ്പിച്ചിട്ട് ഞങ്ങളെ അങ്ങിലേക്ക് അടുപ്പിച്ചെടുത്ത് അങ്ങോട്ട് ചേർത്ത് നിർത്തി അങ്ങയുടെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് അവാച്യമായ നെടുവെപ്പുകളാൽ അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അങ്ങ് തന്ന ഈ മഹാഭാഗ്യത്തിന് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മാത്രം മഹത്വമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ വീണ്ടും ഓർത്തു പോവുകയാണ്. അങ്ങേ സ്തുതിക്കുകയാണ്, അങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ശിരസ്സ് നമിച്ച് അങ്ങേ സ്തുതിച്ച മക്കള് ഓരോരുത്തരെയും അങ്ങ് വ്യക്തിപരമായി കണ്ടുകൊണ്ട് ഇപ്പോൾ അങ്ങയുടെ കരമെടുത്ത് അവരുടെ ശിരസിൽ വെക്കണമേ. ആ സ്തുതികൾ ഉയർന്ന ഭവനത്തെ അങ്ങ് വിസ്മരിക്കരുതേ കർത്താവേ. ഞങ്ങളുടെ കുടുംബം അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈ കുടുംബത്തിലുള്ള കുറവുകൾ അങ്ങ് അറിയുന്നുണ്ടല്ലോ കർത്താവേ. സാമ്പത്തികമായ ക്ലേശങ്ങൾ അവരെ അലട്ടുന്നുണ്ടല്ലോ യേശുവേ. മക്കളുടെ പരാജയങ്ങള് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നുണ്ടല്ലോ കർത്താവേ. രോഗഗ്രസ്തമായവരെ കുടുംബങ്ങളിൽ എന്തുമാത്രം വേദനകളാണ് സൃഷ്ടിക്കുന്നത് ദൈവമേ. എല്ലാവരുടെയും മേൽ, ഓരോരുത്തരുടെയും മേൽ ഇപ്പോൾ അങ്ങയുടെ മുറിപ്പെട്ട കരം വെക്കണം. അങ്ങ് പറഞ്ഞല്ലോ, നിന്റെ രോഗങ്ങളെ ഞാൻ വഹിച്ചു, നിന്റെ വേദനകളെ ഞാൻ സഹിച്ചു, നിനക്ക് വേണ്ടി ഞാൻ മുറിപ്പെട്ടു, എന്റെ മുറിവുകളാൽ ഞാനിതാ നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് യെശയ്യാ 53:4-5 തിരുവചനങ്ങളിൽ അങ്ങ് പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ മുറിപ്പെട്ട കരം ഇപ്പോൾ രോഗികളായിരിക്കുന്ന ഓരോരുത്തരെയും സ്പർശിച്ചുകൊണ്ട് അവരുടെ രോഗങ്ങളെ അങ്ങേറ്റെടുത്ത് അവരെ സുഖപ്പെടുത്തുന്ന അനന്ത കരുണയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അങ്ങയുടെ തിരുനാമ മഹത്വത്തിന് വേണ്ടിയതാ തിരുമുമ്പിൽ ശിരസ്സ് നമിച്ച് നിൽക്കുന്ന എല്ലാവരെയും അങ്ങയുടെ വലതുകരം നീട്ടി ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും